അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഷഅബാൻ കടന്നു വന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു സംഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 5 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഈ മാസം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഷഅബാൻ മാസം കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. രണ്ടാമത്തേത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ച മാസമാണ്. മൂന്നാമത്തേത്, ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. നാലാമത്തെ കാര്യം, റമദാനിലെ നോമ്പ് നഷ്ടമായ ആളുകൾക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു മാസമാണ് ഇത്. അഞ്ചാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാനിലേക്ക് ഒരുങ്ങുവാനുള്ള ഒരു മാസമാണ് ഈ ഒരു ഷഅബാൻ മാസം. നമ്മൾ ആദ്യം പറഞ്ഞു കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 രീതിയിലാണ്. ഒന്ന്, എല്ലാ ദിവസങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തുർമുദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. നിങ്ങളിൽ രാവും പകലും മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. വ യജ്തമിഊന ഫീ സ്വലാത്തുൽ ഫജ്രി വ സ്വലാത്തുൽ അസ്ർ. ആ മലക്കുകൾ പ്രഭാത നമസ്കാര വേളയിലും അസർ നമസ്കാര വേളയിലും ഒരുമിച്ച് കൂടും. സുമ്മ യഅ്റുജു അല്ലദീന ബാതു ഫീക്കും. ശേഷം നിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയിരുന്ന മലക്കുകൾ മുകളിലേക്ക് കയറിപ്പോകുന്നു. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അങ്ങനെ കയറിപ്പോകുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കും. അള്ളാഹ്ക്കറിയാം മലക്കുകൾ ഭൂമിയിലേക്ക് വന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്ത് എന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ അള്ളാഹ് ചോദിക്കും മലക്കുകളോട്. എന്താ ചോദിക്കുന്നത്? കൈഫ തറക്തും ഇബാദി. നിങ്ങൾ ഭൂമിയിൽ ചെന്ന് തിരിച്ച് എൻ്റെ അടുത്തേക്ക് ആകാശലോകത്തേക്ക് കയറി വന്ന സന്ദർഭത്തിൽ എൻ്റെ അടിമകൾ അവരെന്ത് പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഫയഖൂലുൻ. അന്നേരം മലക്കുകൾ പറയും, തറക്കനാഹും വഹും യുസല്ലൂൻ വ ആതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരെ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരിലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ്. രണ്ടാമതായി, എല്ലാ ആഴ്ചകളിലും സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഏതൊക്കെയാണത്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഉഹിബ്ബു അൻ യുറദ അമലി വ അന സ്വായിമുൻ. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് ഇഷ്ടപ്പെടുന്നു. നമ്മൾ അതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിക്കുന്നത്. കാരണം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ആഴ്ചയിലെ 2 ദിവസങ്ങളാണ് തിങ്കളാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയും. മറ്റൊന്ന്, എല്ലാ വർഷങ്ങളിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ ഉസാമത്ത് ബിൻ സൈദിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീന. ആ മാസം, അതായത് ഷഅബാൻ മാസം, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ആ മാസമാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളൊരു വർഷം ചെയ്ത മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഷഅബാൻ മാസം. നമ്മൾ പറഞ്ഞുവല്ലോ, ദിവസത്തിലും ആഴ്ചയിലും വർഷത്തിലും അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ജീവിതത്തിൽ അനുഷ്ഠിച്ച നമ്മുടെ സൽക്കർമ്മങ്ങൾ അവിടെ തൂക്കി നോക്കുന്ന സമയത്ത്
അവിടെ വിജയിക്കാൻ സാധിക്കുന്നത് മീസാനിൽ കർമ്മങ്ങളുടെ രേഖ കനം തൂങ്ങിയാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ വിജയം പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ. സൂറ അൽ അഹ്റാഫിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വൽ വസ്നു യൗമൈദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അന്നത്തെ ദിവസം, അതായത് പരലോകത്ത് ചെല്ലുന്ന ആ ഒരു സന്ദർഭത്തിൽ കർമ്മങ്ങൾ തൂക്കൽ അത് യാഥാർത്ഥ്യമായുള്ളതാണ്, അത് സത്യമായൊരു കാര്യമാണ്. അവിടെ ചെന്നാൽ നമ്മുടെ കർമ്മം തൂക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെ നന്മയുടെ തൂക്കങ്ങൾ കനം തൂങ്ങിയോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, തീർച്ചയായിട്ടും അവർ തന്നെയാണ്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ തന്നെയാണ് വിജയികൾ. എന്നാൽ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനു ബിആയാതിനാ യളിമൂൻ. എന്നാൽ ആരുടെ തൂക്കങ്ങൾ ലഘുവായോ കുറഞ്ഞു പോയോ അക്കൂട്ടർ തന്നെയാണ് തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയ ആളുകൾ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണമാണ് ഓല കർമ്മങ്ങൾ നാളെ പരലോകത്ത് തൂക്കുന്ന സന്ദർഭത്തിൽ കുറയാനുള്ള കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്? പ്രവാചകന്റെ സുന്നത്തിനോട് യോജിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത് കൊണ്ടുമൊക്കെ നാം കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നാളെ പരലോകത്ത് നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സലഫുകൾ പറയാറുണ്ട്, അന്ന അഅ്മാല ഇബാദി തുഅറദു അലല്ലാഹി തആല കുല്ല യൗമിൻ സുമ്മ തുഅറദു അലൈഹി അഅ്മാലുൽ ജുംഅ ഫി കുല്ലി ഇസ്നൈൻ വഖമീസിൻ സുമ്മ തുഅറദു അലൈഹി അഅ്മാലുസ് സന ഫി ശഅബാൻ ഫതുഅറദു അർളൻ ബഅദ അർളിൻ വലികുല്ലി അർളിൻ ഹിക്മ. അടിമകളുടെ അമലുകൾ എല്ലാ ദിനത്തിലും അള്ളാഹുവിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ആഴ്ചയിലേത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്, വർഷത്തിലേത് ഷഅബാനിലാണ്, ഓരോന്നിനും ശേഷം ഓരോന്ന്. ആ ഓരോന്നിനും ശേഷം ഓരോന്ന് പറയുമ്പോൾ അതിനൊക്കെ അള്ളാഹുവിൻ്റെതായ ചില യുക്തികളുണ്ട്. നമുക്കതറിയില്ല എങ്ങനെയാണ് ഏത് രൂപത്തിലാണെന്നുള്ളത്. ശരി, രണ്ടാമതായി നമ്മൾ ഷഅബാൻ മാസത്തിൽ പഠിച്ചു വെക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ധാരാളമായ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അതിന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും കാലത്ത് ആയിഷ റളിയല്ലാഹു പറയാണ്, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹ്റൻ അക്സറ മിൻ ഷഅബാൻ ഫഇന്നഹു കാന യസൂമു ഷഅബാൻ കുല്ല. ഷഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ഷഅബാൻ മുഴുവനായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത്, മറ്റു മാസത്തേക്കാൾ കൂടുതലായി പ്രവാചകൻ അനുഷ്ഠിച്ച് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചത് ഷഅബാൻ മാസത്തിലാണ്. ഒപ്പം ഷഅബാൻ മുഴുവനായും പ്രവാചകൻ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത്, ഷഅബാൻ മാസത്തിൽ വ്രതമെടുക്കുന്നത് പ്രത്യേകം ശ്രേഷ്ഠകരമാണ് എന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഫതുഹുൽ ബാരിയിൽ അദ്ദേഹം ഈ വിഷയം പറയുകയാണ്. എന്നാൽ ഈ ഹദീസ് പ്രകാരം ഷഅബാൻ മാസം പൂർണ്ണമായി നോമ്പുണ്ടോ എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് വലം അറഹു സ്വായിമൻ മിൻ ഷഹ്റിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ഷഅബാൻ കാന യസൂമു ഷഅബാൻ കുല്ല കാന യസൂമു ഷഅബാൻ ഇല്ലാ ഖലീല. ഷഅബാൻ മാസത്തിലെ നോമ്പിനേക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിലും അവിടുത്തെ നോമ്പുകാരനായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന ആളായിട്ട് ഞാൻ കണ്ടത്, സുന്നത്ത് നോമ്പെടുത്തിരുന്നത് ഷഅബാൻ മാസത്തിലാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ഷഅബാൻ മുഴുവനായും അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. നോക്ക് നിങ്ങൾ, ഷഅബാൻ മാസം കംപ്ലീറ്റ് അല്ല, മറിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിരുന്നില്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, ഖാല നവവി റഹിമഹുല്ലാഹ് വ ബയാൻ അന്ന ഖൗലഹ കുല്ല ഐ ഗാലിബ. ഷഅബാൻ മുഴുവനായും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും എന്നാണ് ഉദ്ദേശം. അപ്പോൾ പിന്നെ ഷഅബാനിലെ കംപ്ലീറ്റ് ദിവസം നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ മാത്രം നോമ്പ് ഒഴിവാക്കുകയും എന്നാലോ ധാരാളമായി ആ മാസം പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു.
അതൊന്നുകൂടി ക്ലിയർ ആകാൻ നമുക്കൊരു ഒരു ഹദീസും കൂടി കേട്ടാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും നോമ്പ് നോറ്റ മാസം അത് റമദാൻ മാസം മാത്രമാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ സ്വാമ നബിയു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ സ്വാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹ്റൻ കാമിലൻ ഖത്തു ഗൈറ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ ഒഴികെ മറ്റൊരു മാസവും പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് ഇമാം അഹ്മദും അബൂദാവും റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും കാലത്ത് അവർ പറയുക, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാമ ഷഹ്റൈനി മുതതാബിഅൈനി ഇല്ലാ അന്നഹു കാന യസ്ലു ശഅബാന ബി റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനും ശഅബാനും പരസ്പരം ചേർത്ത് നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ 2 മാസങ്ങൾ തുടർച്ചയായി അദ്ദേഹം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഷഅബാൻ അധിക ദിവസവും നോമ്പെടുത്തു, എന്നാൽ മുഴുവനായും പ്രവാചകൻ നോമ്പെടുത്തതായി നമുക്ക് പ്രാമാണികമായ പ്രബലമായ തെളിവുകളൊന്നും കാണാൻ സാധിക്കില്ല. മൂന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ഷഅബാൻ മാസം. ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ദാലിക ഷഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണ് ഷഅബാൻ മാസം. വരാൻ പോകുന്ന മാസം നമുക്കറിയാം റമളാനാണ്, എല്ലാവർക്കും അറിയാം അത് ആരാധനയുടെ മാസമാണ്, എല്ലാവരും അതിൽ സജീവമായിരിക്കും. എന്നാൽ ഷഅബാന്റെ മുമ്പുള്ള മാസം അത് റജബ് മാസമായിരുന്നു, അത് പവിത്രമായ മാസമാണ്, എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം, പല ആളുകളും അതിൽ വളരെ സജീവമായിരിക്കും. പക്ഷെ ഇതിൽ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന മാസമായ ഷഅബാൻ സ്വാഭാവികമായിട്ടും ആളുകൾ അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സജീവമായിട്ട് ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവുമൊക്കെ ഈ മാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വിശ്വാസികളുടെ ഗുണമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ അൻബിയായിൽ, ഫസ്തജ്ബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഅബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. ഫസ്തജ്ബ്നാ ലഹു, സക്കരിയ നബി അലൈഹി സ്വലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സന്താനമില്ലാത്ത സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം, സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്. ഇത് അംബിയായിലെ ആയത്താണ്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എനിക്ക് സന്താനമില്ല, എൻ്റെ കാലശേഷം ഒരു സന്താനത്തെ ഇല്ലാതെ ഞാൻ മരണപ്പെട്ടു പോകുന്നു, ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ ത്വാഹയിലായത്ത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസ്തജ്ബ്നാ ലഹു, നാം അവർക്ക് അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി, വഹബ്നാ ലഹു യഹ്യ, എന്നിട്ട് അദ്ദേഹത്തിന് നാം യഹ്യ എന്ന കുട്ടിയെ കൊടുത്തു, വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. കാരണം പ്രവാചകന്മാര് ആരായിരുന്നു? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, പ്രവാചകന്മാർ നന്മയിൽ മുന്നേറുന്നവരായിരുന്നു. വയദ്ഊനന, അവർ നമ്മളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. റഅബൻ വറഹബ, പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് വളരെയധികം കീഴ്വണക്കം കാണിക്കുന്നവരാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സക്കരിയ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാനുള്ള ഒരു കാരണമായിട്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് ഖുശൂഅോടുകൂടി ഭയഭക്തിയോടുകൂടി പേടിയോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതലായി ഈ മാസം പ്രാർത്ഥിക്കാനും ദിക്റുകൾക്കുമൊക്കെ നമ്മുടെ സമയം മാറ്റിവെക്കണം. നാലാമതായി മനസ്സിലാക്കേണ്ടത്, ഈ മാസത്തിൽ നഷ്ടമായ നോമ്പുകൾ പരമാവധി എന്നല്ല, എല്ലാ നഷ്ടമായ നോമ്പുകളും ഈ മാസം നമുക്ക് പിടിച്ചു വീട്ടാൻ സാധിക്കണം. കഴിഞ്ഞ റമദാൻ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടാൻ പല ആളുകൾക്കും പിന്നീട് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു മാസം അതിന് ഏറ്റവും പറ്റിയ ഒരു മാസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തഖൂലു കാന യകൂനു അലയ്യ സ്വൗമു മിൻ റമളാൻ ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫി ഷഅബാൻ. റമളാനിലെ നോമ്പ് എനിക്ക് നോറ്റുവീട്ടാൻ ബാക്കിയുള്ളത് ഷഅബാനിലാണ് നോറ്റുവീട്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ട നോമ്പുകളെല്ലാം ആളുകൾ ഈ മാസത്തിൽ പിടിച്ച് വീട്ടേണ്ടതുണ്ട്. അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത്, ഷഅബാൻ പകുതി പിന്നിട്ടാൽ പിന്നെ നോമ്പ് പാടില്ലേ? പണ്ഡിതന്മാർക്കിടയിൽ
ചില ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഷഅബാൻ പകുതി പിന്നിട്ടാൽ പിന്നെ നോമ്പ് നോൽക്കരുത് എന്ന ഹദീസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഖിയ നിസ്ഫു മിൻ ഷഅബാൻ ഫലാ തസൂമൂ. വിശ്വാസം പറഞ്ഞു, ഷഅബാനിലെ പകുതി മാത്രം ബാക്കിയായാൽ നിങ്ങൾ നോമ്പ് പിടിക്കരുത്. ആ ഷഅബാൻ പകുതിയായി പിന്നീട് നിങ്ങൾ നോമ്പ് പിടിക്കരുത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, ഈ പറഞ്ഞതിന്റെ പൊരുൾ ഷഅബാൻ പകുതിക്ക് വെച്ച് നോമ്പ് നോൽക്കൽ തുടരരുത് എന്നാണ്. ഷഅബാന്റെ പകുതിക്ക് വെച്ച് നിങ്ങൾ തുടരാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ ഒരാൾ ഷഅബാൻ പൂർണ്ണമായോ, നമ്മൾ പറഞ്ഞല്ലോ കംപ്ലീറ്റോ അല്ലെങ്കിൽ ഭൂരിഭാഗമോ നോമ്പെടുത്താൽ അവൻ ആ സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പൊ ഏതായാലും ഷഅബാൻ ഏറെക്കുറെ നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കണം. അങ്ങനെ എല്ലാ ഷഅബാനില് പരമാവധി നോമ്പെടുക്കാൻ എന്ന ഒരു നിയ്യത്തോടു കൂടി, ചിന്തയോടുകൂടി ഒരാൾ ഷഅബാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പകുതി പിന്നിട്ട ശേഷം നോമ്പ് തുടരാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അഅലം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ, അതായത് റമദാനിൽ 1-2 ദിവസം മുമ്പായി നോമ്പ് നോൽക്കരുതെന്നും പ്രവാചകന്റെ കൽപ്പനയുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈനി ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു സ്വൗമഹു ഫൽയസും ദാലിക്കൽ യൗം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ആരും തന്നെ റമദാനിന്റെ 1-2 ദിവസങ്ങൾ മുമ്പ് നോമ്പ് നോൽക്കരുത്. സ്ഥിരമായി അന്നേ ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുന്നവനാണെങ്കിലോ അവൻ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കാം. എന്ന് പറഞ്ഞാൽ സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കാകാമെന്നല്ലാതെ ഷഅബാൻ അവസാനിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റമദാൻ പെട്ടെന്ന് വരികയും ചെയ്യും. അപ്പോൾ റമദാനിന്റെ നമ്മളെ നിലാവ് കാണുകയും ചെയ്യും. അപ്പോൾ ഇത് ഷഅബാനിലാണോ റമദാനിലാണോ എന്നുള്ള സംശയം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്, ആ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് ഷഅബാന്റെ അവസാനത്തിലേക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവസാനമായി മനസ്സിലാക്കേണ്ടത്, റമദാനിന് വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങണം. മാനസികമായും ശാരീരികമായിട്ടും നമുക്കൊന്ന് തയ്യാറെടുക്കാൻ സാധിക്കണം. അംർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഷഅബാൻ ആഗതമായാൽ അദ്ദേഹം കച്ചവടം നിർത്തിവെക്കുകയും ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, റമദാനിന് മുമ്പ് തൻ്റെ മനസ്സിനെ നന്നാക്കിയവന് മംഗളം. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ ലത്വായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. മാത്രമല്ല ഇമാം ഇബ്നു റജബ് അൽ ഹംബലി എന്ന് പറയുന്നു, ഷഅബാൻ റമദാനിനൊരു മുഖവുര പോലെയാണ്. റമദാനിന്റെ ഒരു മുഖവുരയാണ് ഷഅബാൻ മാസം. എന്നതുകൊണ്ട് റമദാനിൽ ശറഅാക്കപ്പെട്ട, അതായത് നിയമമാക്കപ്പെട്ട നോമ്പ്, ഖുർആൻ പാരായണം തുടങ്ങിയ ഇബാദത്തുകൾ ഷഅബാനിലും ശറഅാക്കപ്പെട്ടിരിക്കുന്നു. റമദാനിനെ വരവേൽക്കാനായുള്ള തയ്യാറെടുപ്പിനും മനസ്സുകൾ ആ ഇബാദത്തുകൾ റഹ്മാനായ റബ്ബിലേക്ക് സർവാത്മന കീഴൊതുങ്ങാനും വേണ്ടിയാണ്. അപ്പോൾ റമദാൻ നമ്മൾ ചെയ്യുന്ന ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, അതേപോലെ തന്നെ നോമ്പ്, ഇതൊക്കെ റമദാന് കൂടുതൽ സജീവമായും ഇഖ്ലാസോടുകൂടിയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഷഅബാൻ മാസത്തിൽ റമദാനിൽ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഈ ഷഅബാൻ മാസത്തിൽ ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ ഫർള് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ടല്ലോ. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആ സുന്നത്ത് നമസ്കാരം അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം ഫർളിലേക്ക് നേർക്ക് നേരെ കടക്കാതെ ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ഫർളിന് മുമ്പുള്ള ആ സുന്നത്ത് നമസ്കാരം. അല്ലാഹു അലം. അങ്ങനെയൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സജീവമായി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഈ ഷഅബാൻ മാസത്തിൽ ചെയ്യുന്ന ചില അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അതൊന്നും ഇസ്ലാമികമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഷഅബാൻ 15-ന് പ്രത്യേകമായുള്ള നോമ്പ്, പ്രത്യേകമായ നമസ്കാരം, അതൊന്നുമില്ല. നമുക്കറിയാമല്ലോ ഷഅബാൻ 15-ന് നോമ്പുണ്ട്. അത് ഏത് നോമ്പാണത്? അയ്യാമുൽ ബീദാണ്. അത് ഷഅബാൻ 15-ന് മാത്രമല്ല, എല്ലാ മാസവും അറബിയിലെ
തീയതിയിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട്. ആ നിലക്ക് ഷാബാൻ 15 എന്തുണ്ട്? നോമ്പ് സുന്നത്തുണ്ട് എന്നല്ലാതെ ഷാബാൻ മാസത്തിന്റെ പ്രത്യേക നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 15 ഒരു നോമ്പിനെ പറ്റി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കില്ല. ചില പ്രദേശത്തിലൊക്കെ ഈ 15 വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ചില ആളുകൾ ഷാബാൻ 15 അന്ന് നോമ്പ് പിടിക്കാറുണ്ട്. നോക്ക് നിങ്ങൾ, പിന്നെ നമുക്ക് ഇതാ കാലത്ത് ലൈലത്തുൽ നിസ്ഫു മിന ഷഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ, പ്രവാചകനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അത് ദഈഫാണ്, അത് സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസാണ്, അത് തള്ളപ്പെടേണ്ട ഹദീസാണ്, പ്രവാചകന്റെ മേൽ കെട്ടിച്ചമച്ച ഹദീസാണെന്ന് പോലും ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഷഅബാൻ 15 പിന്നെ പ്രത്യേക ആരാധനകളും പ്രത്യേക നമസ്കാരങ്ങളും. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇതാ കാലത്ത് ലൈലത്തുൽ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാൻ പകുതി ആയാൽ അഥവാ ഷഅബാൻ 15 ആയാൽ അതിന്റെ രാവിൽ ഫഖൂമു ലൈലഹ, അതിന്റെ രാവ് നിങ്ങൾ നമസ്കരിക്കുകയും വസൂമു നഹാറഹ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് മൗദൂ ആണ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ്, സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസാണ്. ഇനി ഷഅബാൻ 15 രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു നമസ്കാരമുണ്ട്. അതെങ്ങനെയാണത്? ഷഅബാൻ 15 ആ രാവിലെ ഈ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ഈ നമസ്കാരത്തിന്റെ രീതി, അത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രാമാണികമായി തെളിവില്ലാത്ത നമസ്കാരമാണ്. അത് ബിദ്അത്താണ്. ചില പ്രദേശത്ത് കാണാം ഷഅബാൻ 15 100 റക്അത്ത് നമസ്കാരം, 100 റക്അത്ത് നമസ്കരിക്കുകയും അതിൽ ഓരോ റക്അത്തിലും 10 വീതം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു നമസ്കാരമാണ് ഈ പറയുന്ന സ്വലാത്തുൽ അൽഫിയ. അതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, അസ്വലാത്തുൽ മഅറൂഫ ബിസ്വലാത്തുൽ റഗായിബ്, ഈ റജബ് മാസത്തിലെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമസ്കരിക്കുന്ന ബിദ്അത്ത് നമസ്കാരമാണ് റഗായിബ്. ആ നമസ്കാരവും വഹിയ സിൻത അശറത റകഅത്തൻ തുസല്ല ഫി ബൈനൽ മഗ്രിബ് വൽ ഇശാഇ ലൈലത്ത അവ്വൽ ജുമുഅത്തിൻ ഫി റജബ്, അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമുഅ ദിവസം, റജബ് മാസം പിറന്നാൽ ഫസ്റ്റ് ജുമുഅ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ നമസ്കരിക്കുന്ന 12 റക്അത്ത് നമസ്കാരം, അതാണ് സ്വലാത്തു റഗായിബ്. അതും അതേപോലെ തന്നെ ഷഅബാൻ 15 നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരം, ഇവ രണ്ടും ബിദ്അത്താണ് എന്ന് ഇമാം നവവി അൽ മജ്മൂ' ഫതാവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ധാരാളം കണക്കിനുണ്ട്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും. പടച്ച തമ്പുരാൻ ഈ മാസത്തിൽ വളരെ സജീവമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.